നിങ്ങൾ പറയുന്നത് തെളിയിക്കുകയാണെങ്കിൽ ഈ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും ബിനുവിന്റെയും ഒക്കെ മേലെ ചൊറഞ്ഞു കളിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ചെറിയ കക്ഷിയൊന്നും ചെറിയ പ്രശ്നമല്ല കേട്ടോ. അതൊരു അപകടകരമായ വർഗീയതയുടെ പ്രശ്നമാണ്. നിങ്ങൾക്കത് ചെറുതായി തോന്നാം, പക്ഷെ കേരളത്തിൽ അത് വലിയ പ്രശ്നമാണ്. അത് SDPI ഒക്കെ ആയിട്ട് മുക്കം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇപ്പോഴത്തെ ഭരണസമിതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലുമില്ല. മുക്കത്ത് താമസിക്കുന്ന ആളാ ഞാൻ. ഞങ്ങൾ പറയുന്നത് അതേ വാക്ക് കൂടെ വരാന്നേ. ഞാനും നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് പോകാന്നേ. ഈ പ്രദേശത്തേക്ക് പോകാം. ഇതിനപ്പുറത്തേക്ക് എന്ത് ഉറപ്പായി നാടിന് മുമ്പ് കൊടുക്കേണ്ടത്? അവിടെ വന്ന് ഞങ്ങൾ പരസ്യമായി പറയും, SDPIയുടെയും വെൽഫെയർ പാർട്ടിയുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ഞങ്ങൾ ആർജവം കാണിക്കും. നിങ്ങൾ കാണിക്കോല്ലേ എന്നുള്ള എന്റെ ചോദ്യം. നിങ്ങൾ കാണിക്കോല്ലേ എന്നുള്ള ചോദ്യം. കോഴിക്കോട് വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നത്, നിങ്ങൾ പറഞ്ഞാൽ അത് ആർജവമാകുന്നത് എങ്ങനെയാ? ഇത് രണ്ടും ഒരേ രീതി കാണണ്ടേ? ഒരേ രീതി കാണണ്ടേ? കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താഴെ അതല്ല സാഹചര്യം. ചെറുവണ്ണൂർ ഉദാഹരണം, കൊടിയത്തൂർ ഉദാഹരണം, അതിന് താങ്കൾ മറുപടി ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? അദ്ദേഹം നിരാകരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പോരാ, അതിന് മറുപടി വേണം. മുനിസിപ്പാലിറ്റിയിൽ SDPI പിന്തുണയോടുകൂടി ഒരു ഭരണസമിതി അധികാരത്തിലിരിക്കുന്നു. ആ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നുണ പറയല്ലേ? ആരാന്നറിയോ? SDPI ആരാന്നറിയോ? അറിയാത്ത കാര്യങ്ങൾ പറയാല്ലേ? ഞാൻ ഈ പൊതുസമൂഹത്തോടെ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് തെളിയിക്കുകയാണെങ്കിൽ ഈ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും.